ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ജന്മജനാർദ്ദനൻ മൂക്കത്തല. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു മത്തിക്കറി റെസിപ്പിയായിട്ടാണ്. അതായത് കുഞ്ഞൻ മത്തി മുളകിട്ട ഒരു കറിയാണിത്. നിങ്ങൾ പല വീഡിയോകളും കണ്ടിട്ടുണ്ടായിരിക്കും, പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ള അതീവ രുചികരമായിട്ടുള്ള ഒരു മത്തിക്കറിയാണിത്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ എല്ലാം ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബെൽ ബട്ടൺ കൂടി അമർത്തി പോകാൻ ശ്രമിക്കുക. അപ്പോൾ ഈ മത്തിക്കറി, രുചികരമായിട്ടുള്ള ഈ മത്തിക്കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കി വന്നാലോ. മത്തി മുളകിടാനായിട്ട് ഞാനൊരു 1/2 കിലോ മത്തിയാണ് ഇവിടെ വാങ്ങി വെച്ചിട്ടുള്ളത്. ഇത് നന്നാക്കി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്: കുറച്ച് ചെറിയ ഉള്ളി ഞാൻ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 2 മീഡിയം സൈസ് തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില. ഇനി നമുക്ക് ഈ ഉള്ളി ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം, ഇഞ്ചി ഒന്ന് ചതച്ചെടുക്കണം, തക്കാളി പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ. വെളുത്തുള്ളി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നില്ല, നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ചേർക്കാം. അപ്പോൾ ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി കറി വയ്ക്കാനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായാൽ ആദ്യമായിട്ട് ഇട്ട് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ ഉലുവയാണ് കേട്ടോ. ഉലുവ പൊട്ടിത്തുടങ്ങുമ്പോൾ നമുക്ക് ചെറിയ ഉള്ളിയും ഇഞ്ചിയും ചതച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് വഴറ്റി തുടങ്ങുക. ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ വഴറ്റിക്കൊണ്ടിരിക്കാം. ചെറിയ തീ വേണം, പെട്ടെന്ന് കരിഞ്ഞു പോകും. ചെറിയ ഉള്ളി പെട്ടെന്ന് ആയി കിട്ടുന്നതാണ്. അപ്പോൾ ഏകദേശം നല്ല രീതിയിലൊരു ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് അരച്ച് വെച്ച തക്കാളി പേസ്റ്റ് ഒഴിച്ചു കൊടുക്കാം. എല്ലാം പെട്ടെന്ന് ആവണം. നല്ല ചൂടായിരിക്കും ഈ ഇൻഡാലിയത്തിൻ്റെ ചട്ടി. അപ്പോൾ ഞാൻ ഇത് ഒന്ന് ഡ്രൈ ആക്കി എടുക്കുകയാണ്. ഒരു 10-15 സെക്കൻഡ് ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിൻ്റെ കൂടെ നമുക്ക് മസാലപ്പൊടികൾ ചേർക്കേണ്ടതുണ്ട്. ഒരു 15 സെക്കൻഡ് ഞാൻ വഴറ്റി വരുമ്പോഴേക്കും തന്നെ ഇത് ഡ്രൈ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത്, ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പാണ്. അതുകൂടാതെ ഒരു 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഇവിടെ പിന്നെ ചേർത്തിട്ടുള്ളത്. അതുകൂടാതെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇത് പെട്ടെന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കേണ്ടതുണ്ട്. നല്ല രീതിയിൽ എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ ചെറിയ തീയിലിട്ട് വഴറ്റിക്കൊണ്ടേയിരിക്കുക. കൂടുതൽ ഡ്രൈ ആണെന്ന് തോന്നിയാൽ നമുക്ക് സ്വല്പം ചുടുവെള്ളം ഒഴിച്ചു കൊടുക്കാം, ഇല്ലെങ്കിൽ മസാല കരിഞ്ഞു പോകും. ഞാൻ സ്വല്പം ചുടുവെള്ളം ഇവിടേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വീണ്ടും വഴറ്റിയെടുക്കാം ചെറിയ തീയിൽ. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. വീണ്ടും ഒന്നുകൂടെ ഞാൻ വഴറ്റുന്നുണ്ട്. നല്ല രീതിയിൽ ഡ്രൈ ആയിട്ട് വന്നിട്ട് എണ്ണ തെളിഞ്ഞു വരും. ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഏകദേശം ഡ്രൈ ആയിട്ട് വന്നിട്ട് ഞാൻ കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്നുകൂടെ ഇളക്കി നോക്കാം. അപ്പോൾ നമ്മുടെ കറിയുടെ കളർ ശരിക്കും വന്നിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ നേരം ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. കുടംപുളിയാണ് ഞാൻ അതിലേക്ക് ഉപയോഗിക്കുന്നത്. ഒരു 4 ചെറിയ കഷ്ണം കുടംപുളി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ കഴുകി റെഡിയാക്കി വെച്ചതാണത്. ഒന്നുകൂടെ ഈ വെള്ളം ഡ്രൈ ആക്കി എടുക്കാം, കാരണം നമ്മുടെ മീൻ കറിയുടെ കളർ യഥാർത്ഥത്തിൽ ഇങ്ങോട്ട് വന്നിട്ടില്ല. അപ്പോൾ അതുവരെ ഒന്നുകൂടെ ഞാൻ വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ എണ്ണ അവിടെ തെളിഞ്ഞതായിട്ട് നിങ്ങൾക്ക് കാണാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളം ആണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ലൂസാക്കി കളയരുത്, കാരണം നമുക്ക് ഈ മീൻ മുളകിട്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിക്കായിട്ടുള്ളൊരു ഗ്രേവി ആയിരിക്കും. ഇനി ഇത് ഞാൻ അടച്ചു വയ്ക്കാൻ പോവുകയാണ്. ഒരു തിള വരുന്നത് വരെ നമുക്ക് അടച്ചു വയ്ക്കാം. തിള വന്നതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ ഏകദേശം ഒരു മീഡിയം ലെവലിൽ തിള വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് ഇനി മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ട് ഇതിൽ ഉപ്പ്, പുളി ഇതെല്ലാം പാകമാണോ എന്ന് ഈ സമയത്ത് നമുക്ക് പരിശോധിക്കാവുന്നതാണ്. എനിക്ക് ഉപ്പ് കുറച്ച് കുറവായിട്ട് തോന്നി, അത് ഞാൻ ഫില്ല് ചെയ്തു. ഇനി മത്തി ഞാൻ ഇതിലേക്ക് വാരി വിതറിയിടുകയാണ് കേട്ടോ. ഈ മത്തിക്ക് അധികം വേവൊന്നുമില്ല. ഒരു 5-6 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 7 മിനിറ്റ് വേവിച്ചാൽ മത്തി റെഡിയാവും. ഈ സമയത്ത് നമുക്കൊന്ന് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും ഈ മസാലയെല്ലാം പിടിക്കുന്ന രീതിയിൽ റെഡിയാക്കി വെച്ചതിന് ശേഷം നമുക്ക്
പാൻ അടച്ചു വെച്ച് വേവിക്കാം ഒരു 7 മിനിറ്റ് കൊണ്ട് നമ്മുടെ മത്തിക്കറി റെഡിയാവും. അപ്പോൾ അതിലിടയ്ക്ക് നമുക്ക് പുറത്തൊക്കെ ഒന്ന് പോയി നോക്കിയിട്ട് വരാം. എൻ്റെ മുറ്റത്ത് ഞാനൊരു സീഡ്ലെസ് ചെറുനാരകം വെച്ചിട്ടുണ്ട്. അതിൽ നല്ല രീതിയിൽ കായ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളെ ഒന്ന് കാണിക്കാം എന്ന് കരുതി. നിങ്ങളും വീട്ടുമുറ്റത്ത് ഇതുപോലുള്ള ചെറിയ ചെറിയ ചെടികളെല്ലാം വെച്ചിട്ട് കായ്കനികൾ ഉണ്ടാകാൻ നോക്കുക. അപ്പോൾ നമ്മുടെ 7 മിനിറ്റായി. ഞാൻ കറി ഇവിടെ തുറന്നു നോക്കുകയാണ്. മത്തിക്കറി ഇതാ നല്ല റെഡിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ കളറായിട്ട് വന്നിട്ടുണ്ട്. വെള്ളം ഏകദേശം ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമ്മൾക്ക് ഓഫാക്കി വെച്ചാലും കുഴപ്പം ഇല്ല. കാരണം ഇത് ഒന്നുകൂടി ഇരുന്ന് വറ്റും. ഈ ചട്ടി നല്ല ചൂടായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ അവിടെ എടുത്തു വെച്ച ഒരു പച്ചമുളക് ഞാൻ ഈ സമയത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്, 2ആയി കീറിയിട്ട്. അതുകൂടാതെ ഇതിലേക്ക് ആവശ്യമുള്ള കറിവേപ്പില കൂടി ചേർത്തിട്ട് ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. ഇനി ഇത് അടച്ചു വെക്കാം. ഒരു 10-15 മിനിറ്റിന് ശേഷമാണ് നമുക്ക് ഈ കറി തുറന്ന് നോക്കേണ്ടത്. ആ സമയത്ത് ഇത് നല്ല രീതിയിൽ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ടാവും, നല്ല കുഴമ്പ് രൂപത്തിലായിട്ടായിരിക്കും. അപ്പോൾ ഒരു 15 മിനിറ്റിന് ശേഷം ഞാൻ തുറന്ന് നോക്കണം. അപ്പോൾ അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ മത്തിക്കറിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണ്. ഇത് കപ്പ, അതേമാതിരി പൊറോട്ട, ചപ്പാത്തി, ചോറ്, ഈ 4 വിഭവങ്ങളിലേക്കും സുന്ദരമായിട്ടുള്ള ഒരു കറിയാണിത്. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ട ലൈക്ക്, കമൻറ്റ്, ഷെയർ ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ ബട്ടൺ കൂടി അമർത്തി പോകാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം. ഞാൻ ജനു ജനാർദ്ദനൻ മൂക്കുതല. ബായ്.